ഇന്ന് മോൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് പ്രിപ്പറേഷൻസും അല്ലാണ്ട് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹലോ, അപ്പോൾ നമ്മളിന്ന് സയ്യൂന് വേണ്ടിയിട്ട് നാളെ സയ്യൂൻ്റെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കണതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയത്. എന്തൊക്കെ കാക്ക? ബാഗ് തൊട്ട് കുപ്പി വരെയൊക്കെ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ്. ഇവിടെ ജസ്റ്റ് വഴിയിൽ വെച്ച് ഇവിടെ റോഡ് നന്നാക്കണ കാരണം ഇച്ചിരി സ്ഥലം ഒഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം നോക്കി നമ്മൾ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയതാണ്, ചവിട്ടിയത്. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഭംഗി. ഈ കായലിൻ്റെ കാറ്റ് കൊള്ളാനായിട്ട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നിരന്നാണ് ഈ ഒരു റോഡും അപ്പുറത്തെ റോഡും എല്ലാം നിരന്നിരിക്കുന്നത്. ഇക്കാക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഭംഗി ആസ്വദിക്കുന്ന നല്ലൊരു കാറ്റ് വരുന്നുണ്ട്. ഇവിടെ വന്നിരുന്നതിന് അത്യാവശ്യം നല്ല ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാം കേട്ടോ. ഇപ്പം ഞാനും കാക്കയെ അടി കൂടിയിട്ടാണ് വന്നത്. ലാസ്റ്റ് ഇവിടെ വന്നതിനിപ്പോൾ നമ്മുടെ അടികൂടലൊക്കെ മാറി തിരിച്ച് പ്രിയതമനായിട്ടാണ് നമ്മൾ തിരിച്ച് പോയത്. അതും നല്ല കിടിലൻ സൺസെറ്റായിരുന്നു. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം ആ കായലിലുണ്ടായിരുന്നു. നിറച്ചും ഈ പരുന്നുണ്ടല്ലോ, പരുന്ന് എന്തൊക്കെയോ കൊത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് ക്യാപ്ചർ ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാലും സാരില്ല, കിടിലൻ സെറ്റും കണ്ട്. അതിനു മുമ്പ് നമ്മളിതേ സയ്യൂനുള്ള സ്കൂൾ ബാഗ് സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ വാങ്ങിയ ബാഗ്. ഇത് ഏകദേശം ഒരു 500 സംതിങ് റേറ്റ് വരുന്നത്. ഇതേപോലെ കൂട്ടിയിട്ടേക്കായിരുന്നു. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എവിടെയൊന്നും പറഞ്ഞില്ലല്ലേ, നമ്മൾ ബ്രോഡ്വേയിലാണ് കേട്ടോ, വേറെ എങ്ങും പോയിട്ടില്ല. ബ്രോഡ്വേയിൽ അന്യായ തിരക്കാണ്. കാല് കുത്താൻ പോലും സ്പേസ് ഇല്ല. ഇതിപ്പോൾ ഇച്ചിരി സ്പേസ് കിട്ടിയ സ്ഥലത്ത് നമ്മൾക്ക് കാക്കാക്ക് ഫോൺ വന്ന കാരണം ഞങ്ങളൊന്ന് മാറി നിന്നതാണ് കേട്ടോ. അങ്ങനെ ബോട്ടിൽസ് പലതും നോക്കി ലാസ്റ്റ് ഈ ഒരു ബ്ലൂ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. എനിക്കും വേണമെന്നുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നത്, പക്ഷേ കാക്ക വാങ്ങി തന്നില്ല. അങ്ങനെ ഇതൊക്കെ വെറും 5 ദിവസത്തേക്കെങ്കിലും മിനിമം പോകുമെന്നറിയില്ല. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നീണ്ടു പൊക്കോളും. ഇവിടുത്തെ കുപ്പികളൊക്കെ ഞാൻ പലതും എടുത്ത് കൈ പിടിച്ചതാണ്. പിന്നെ കാക്ക എല്ലാം കൂടി തിരിച്ച് വെക്കടി എന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വെച്ചത്. അങ്ങനെ വാട്ടർ ബോട്ടിലും ബുക്കുകളും എല്ലാം വാങ്ങി ക്ഷീണിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ 35 രൂപയ്ക്ക് കിടിലൻ ഷേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതും നമ്മുടെ ഷാർജ ഷേക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആർക്കോ വേണ്ടി അടിച്ചു വെച്ച ഒരു ഷേക്കാണ് ഞാനിപ്പോൾ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കലക്കിയതിന് കാരണം കാക്കാക്ക് ഷേക്ക് വന്നിട്ടില്ല കേട്ടോ. നല്ല 35 രൂപയുടെ ഷേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റിയോടുകൂടി കുടിക്കാൻ പറ്റിയായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ആ തിരക്കിന് നമ്മൾ ഒരു കണക്കിനാണ് രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഇന്ന് മക്കളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇന്നലെ പോയി സയ്യൂന് വേണ്ടി വാങ്ങിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് വാട്ടർ ബോട്ടിൽ. ഇതെൻ്റെ ഇഷ്ടമായിട്ടിരുന്നു കേട്ടോ. ഇതാണ് സയ്യൂന് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതൊരു ആഴ്ചത്തേക്കാണ് മിനിമം പോകുന്നത് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. കഴിഞ്ഞാണ് നമ്മൾ വെള്ളം എടുത്തത്. കുറച്ച് ചെറിയ ബോട്ടിലെടുത്ത് തവണ അതിന് കുടിക്കാൻ പാകത്തിന് ഇച്ചിരി വലിച്ചെടുത്ത്. പിന്നെ വാങ്ങിയത് ബാഗാണ് കേട്ടോ. ഈ ബാഗ് നമ്മൾ 500 സംതിങ് ആണ് വരുന്നത്. അധികം റേറ്റ് വന്നിട്ടില്ല. നമ്മൾ ഇന്നലെ ബ്രോഡ്വേയിൽ പോയാൽ വാങ്ങി. അത്യാവശ്യം 3 കല്ലേക്കില്ല കേട്ടോ, കുഴപ്പമില്ല. ഒരു ടിഫിൻ ബോക്സ് വെക്കാനുള്ളത്, പിന്നെ ബുക്കുകൾ വെക്കാനുള്ളത്, വേറെ അഡീഷണൽ എന്തെങ്കിലും വെക്കാനുള്ളത്, റോളർ ഒരെണ്ണം മതി. അതൊക്കെ ധാരാളമുണ്ട്. ഞാൻ ടിഫിൻ ബോക്സ് ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. എൻ്റെ കൂടെ ഒരു ചെറിയ ബോക്സിൽ വരുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, ഫുഡ് സ്കൂളിൽ നിന്ന് തന്നെയാണ്. അത് കാരണം ജസ്റ്റ് നമുക്ക് ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയത് പേനാൽത്തു സ്റ്റിക്കർ. ഇത് വെറുതെ വാങ്ങിയതാണ് ബുക്കിൽ ഒട്ടിക്കാനായിട്ട്. പിന്നെ നെയിം സ്ലിപ്പ് നമ്മളിത് മടങ്ങിയില്ലോ. കാസിൻ്റെ വാങ്ങി. ഇവന് കാറ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം കാറിൻ്റെ വാങ്ങി. പിന്നെ ഒരു കുട്ടി ബോക്സ്. ഇതിലും വലുത് നോക്കിയത്, പക്ഷേ ഇതിലും വലുത് എടുത്തതിനാലേ അവൻ ഒറ്റ എറിഞ്ഞുണ്ടാവുള്ളൂ.
പിന്നെയെന്ന് വെച്ചാൽ കഴിഞ്ഞാണ് ഞാൻ ഇതേപോലെ ബോക്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അത് എടുത്തെറിഞ്ഞ് കളിക്കുമായിരുന്നു. അത് കാരണം ഇത്തവണ ഞാൻ ചെറിയൊരു ബോക്സ് വാങ്ങിക്കണേ. എങ്ങാനും ഇപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് പറയാണ് ബോക്സ് കൊടുത്തുവിടണ്ടെന്ന് പറയണമെങ്കിൽ ചെറുതാണല്ലോ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ ബുക്കുകൾ, നമുക്ക് ബുക്കുകളുടെ സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഈ ബുക്കുകൾ എടുത്തേക്കണേ കേട്ടോ. എനിക്ക് വാങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളക്ക് വാങ്ങാൻ പോയതാണോ ബ്രോഡ്വേയിൽ, അത് എനിക്ക് വാങ്ങാൻ പോയതാണോ എന്ന് ഡൗട്ട്. എനിക്ക് ഇങ്ങനത്തെ റൗണ്ട് ടൈപ്പിലുള്ള കമ്മലുകൾ ഇഷ്ടമാണ്. അപ്പോൾ ഒയ്യോടാ പോയി. അപ്പോൾ ഇത്തവണ വാങ്ങിയത് ഈ ഒരു എങ്ങനത്തെ റൗണ്ട് ടൈപ്പ് ആയാലും എൻ്റെ കണ്ണിപ്പെടും ഗൈസ്. കേട്ടോ ഒരെണ്ണം. രണ്ടാമത് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇതും റൗണ്ട് ടൈപ്പാണ്. ഞാൻ ഇങ്ങനെ നോർമൽ എല്ലാവരും യൂസ് ചെയ്യണം ഇങ്ങനെ എന്താ പറയുക ഹാങ്ങിങ് ടൈപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനത്തെ റിങ് ടൈപ്പ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇതൊക്കെ റേറ്റ് 40 രൂപയുള്ളൂ. ബ്രോഡ്വേയിൽ പോയി അങ്ങനെ ഒരു ഉപകാരമുണ്ട്. കമ്മലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലത്തെ കിട്ടും. വരുന്നത് ഈ ഒരു ടൈപ്പ് ഉണ്ടോ. തിരിച്ച് ഇതേപോലെ തന്നെ ഇടട്ടെ കേട്ടോ, അല്ലെങ്കിൽ നോടി എടുത്തായിരുന്നു കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. സെയിം മോഡലല്ല, പക്ഷെ ഇത് പാറ്റേൺ വ്യത്യാസം ഉണ്ടാക്കുള്ളൂ. ഇതൊരു ഗോൾഡനും ഒരു വൈറ്റുകളും വരുന്ന ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഈ 3 പൊക്കി. പിന്നെ ഒരെണ്ണോടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചേ ഇനിയും വാങ്ങിക്കഴിഞ്ഞാൽ എന്നെ തൂർത്താവില്ലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എടുത്തില്ല. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഇഷ്ടമായ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് 3ആണ് നമ്മൾ കമ്മലായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകണ കാരണം ആളും ഉമ്മച്ചിയായിരിക്കും പിന്നെ യുദ്ധം. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്കിടാൻ അറിയാമെന്ന് പറഞ്ഞ് പിന്നെ ഇനി മുടിയിരൽ അങ്ങനത്തെ പരിപാടികളാണ് മെയിനായിട്ട് വരുന്നത്. അതെൻ്റെ ഡ്യൂട്ടി അല്ല കേട്ടോ. അത് ഞാൻ ഏരിയ അത്ര ഓക്കെ ആവില്ല. ഇവൻ്റെ മുടി വെട്ടണമെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം സ്കൂളിൽ പോകുമ്പോൾ ആ മുടിയൊന്നും പാടില്ലല്ലോ. പക്ഷെ എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഒരുക്കിയതിന് ശേഷം എന്തേ വാട്ടർ ബോട്ടിൽ വെള്ളം മുതൽ എല്ലാം നമ്മൾ ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി ഞാനിനി റെഡിയായി പോകണം. ഇവനെയും കൊണ്ട് ഞാനും പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഫുഡും അതുപോലെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് പോന്നു. സ്കൂളിലാണെങ്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ ലീവൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ വരുമ്പോഴെന്ന് വെച്ചാൽ സ്കൂളിൽ ടിഫിൻ ബോക്സും പുതിയ ടിഫിൻ ബോക്സും പുതിയ വാട്ടർ ബോട്ടിലൊക്കെ കാണിക്കാൻ നല്ല ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കുകയാണ്. ഏകദേശം ഒരു 11:30 ആ ഒരു ടൈം, 12 മണി ആ ഒരു സമയം വരെ നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഹാഫ് ഡേ പറഞ്ഞു. അങ്ങനെ അതിന് ശേഷമാണ് മോനെ ക്ലാസ്സിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. അതുവരെ നമ്മൾ ഈ ഹോളിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. ഹോളിൽ നിന്ന് ഇതുപോലെ കുട്ടികളെയൊക്കെ നിരത്തി അവൻ്റെ ക്ലാസ്സിലേക്ക് ആക്കുന്നതാണ്. അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് വരുന്നത്. കുറച്ച് പേര് യൂണിഫോം ഇട്ടിട്ടുണ്ടായുള്ളൂ കേട്ടോ ലാസ്റ്റ് ആയിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾക്കും അകത്ത് കയറി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മീറ്റിംഗ് ടീച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടീച്ചറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ആദ്യമായിട്ടാണ് ആ ടീച്ചറിനെ കാണുന്നത്. അപ്പോൾ ടീച്ചറായിട്ട് പരിചയപ്പെടുകയും എല്ലാം ചെയ്ത് ടീച്ചറിൻ്റേതായ കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ടീച്ചറിൻ്റെ പഴയ സ്റ്റുഡൻസ് ക്ലാസ് മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണ് നമുക്ക് സ്കൂളിലേക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. എല്ലാ ബുക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ബുക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചു വെച്ച എല്ലാ ഐറ്റംസും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒക്കെ ഇനി പാക്ക് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.